അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി. വീട് ഫെയ്ത്തുവിന്റെ വീട്, വീട് ഫെയ്ത്തുവിന്റെ വീട്. ഏട്ടാ ചായ റെഡി, വായോ. ഇങ്ങോട്ട് എടുക്കുവോ ജാസേ? എന്ത് പറ്റി? ഇവിടെ കുറച്ച് പണിയുണ്ട്. ഇതേ ചായ. ഏട്ടാ എന്തു പറ്റി? വന്നപ്പോൾ മുതൽ ഒരേ ഇരിപ്പാണല്ലോ, ഡ്രസ്സ് പോലും മാറിയിട്ടില്ലല്ലോ. ഒന്നും പറയണ്ട എൻ്റെ ജാസേ, നല്ല ആത്മാർത്ഥതയുള്ള സഹപ്രവർത്തകരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാ അവസ്ഥ. പണി കിട്ടി. പണി കിട്ടി. ചെറുതൊന്നുമല്ല, നല്ല എമണ്ടം പണി. ഏട്ടന് പ്രോഗ്രാമിന്റെ ചാർജ് അല്ലായിരുന്നോ? എനിക്ക് പ്രോഗ്രാമിന്റെ ചാർജും മനോജ് മാഷിന് ഫിനാൻസിന്റെ ചാർജും. അത് നേരത്തെ തീരുമാനിച്ചതല്ലേ? അതന്നെ, 2-3 മാസം മുമ്പ് എല്ലാം തീരുമാനിക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം തുടങ്ങുകയും ചെയ്ത എല്ലാം വളരെ ചിട്ടയോടെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നാണ്. ഏട്ടൻ എത്രയാണ് കഷ്ടപ്പെടുന്നത്. ഈ രാവും പകലും ഈ പണിയെടുക്കുന്ന നമ്മൾ കാണുന്നല്ലേ. മാഷ് നല്ല രീതിയിൽ പണി തന്നു. എന്നിട്ടോ? കുറേ സ്ഥാപനങ്ങളിലും കടകളിലും ഒക്കെ പോയി പിരിവെടുത്തതാണ്. കുറേ ക്യാഷായിട്ട് കിട്ടി, കുറച്ച് GPayയും ആണ്. കുറേ ഓഫറുകളും ഉണ്ട്. ലക്ഷങ്ങളുടെ ഇടപാടാണ്. പണി കിട്ടി. മാഷിൻ്റെ അടുത്ത് കണക്കൊന്നുമില്ല. എത്ര രൂപ കളക്ഷൻ കിട്ടിയെന്ന് അറിയത്തില്ല, എന്തിനൊക്കെ ചെലവഴിച്ചെന്ന് അറിയത്തില്ല. അവസാനം വന്നിട്ട് പറയുക എൻ്റെ അടുത്ത് കണക്കൊന്നുമില്ലെന്ന്. ഏട്ടന് പ്രോഗ്രാമിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്താൽ പോരെ? അവിടെയാണ് അതിൻ്റെ ട്വിസ്റ്റ്. ഇന്ന് മാനേജറും പ്രിൻസിപ്പളും എല്ലാവരും കൂടി മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു. എല്ലാവരും നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. കണക്കിൻ്റെ കാര്യം വന്നപ്പോൾ ആ മാന്യദേഹം വളരെ കൂളായിട്ട് പറയുക എൻ്റെ കയ്യിൽ കണക്കൊന്നുമില്ലെന്ന്. അത് കൊള്ളാലോ. എന്നിട്ട് ബാക്കി ആരും ഒന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ, പതിവ് പല്ലവി തന്നെ. ബൈജുമാഷ് അതും കൂടി നോക്കണ്ടായിരുന്നോ എന്ന്. എനിക്ക് വന്ന ദേഷ്യം. ഏട്ടന് പറയാറുന്നില്ലേ ആ ഉത്തരവാദിത്വം അവരുടേതായിരുന്നെന്ന്? ഞാൻ പറയാതെ തന്നെ അവർക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടെ? എനിക്ക് ഏറ്റവും ദേഷ്യം വന്ന അതല്ല, പ്രിൻസിപ്പൾ എന്നെ രഹസ്യത്തിൽ വിളിച്ചിട്ട് പറയുക മാഷിന് അയാളുടെ സ്വഭാവം അറിയില്ലെന്ന്. അത് മാഷ് എന്നെ എങ്ങനെയെങ്കിലും ഓഡിറ്റിന് മുമ്പ് ശരിയാക്കി തരണമെന്ന്. അതിന് കണക്കെല്ലാം മനോജ് മാഷിന്റെ അടുത്തല്ലേ? ഏട്ടൻ എങ്ങനെയാ ശരിയാക്കുന്നേ? ഈ ആൾക്കാരൊക്കെ കൊള്ളാലോ. എനിക്കൊരു കാര്യം മനസ്സിലായി, ഉഴപ്പന്മാർക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും ഉഴപ്പാം. ആദ്യം തന്നെ അങ്ങനെ ഒരു ഇമേജ് ഉണ്ടാക്കി എടുത്താൽ മതി, അത്രേ ഉള്ളൂ. ഇതൊക്കെ അവർക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ഈ പണി ആ മാഷിനെ ഏൽപ്പിച്ചത്? ആരോട് പറയാനാ ജാസേ, അവർക്ക് എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ആ മാഷിനെതിരെ ആക്ഷൻ എടുക്കണ്ടേ? ആക്ഷൻ ഒക്കെ എടുത്തു. ആണോ? എന്ത് ആക്ഷൻ എടുത്തേ? ഇനി മുതൽ കണക്കുകളൊന്നും അയാളോട് കൈകാര്യം ചെയ്യേണ്ട, ആ ജോലി കൂടി ബൈജുമാഷ് ചെയ്താൽ മതിയെന്ന്. എങ്ങനെയുണ്ട്, കൊള്ളാവോ? വളരെ നന്നായിരിക്കുന്നു. അങ്ങനെ ആ പണിയും കൂടെ തലേ വന്നല്ലേ. ഇനിയിപ്പോ ഇതെങ്ങനെയാ ശരിയാക്കുന്നത്? അത് കഥയിലെ രണ്ടാമത്തെ ട്വിസ്റ്റ്. ആകെപ്പാടെയുള്ളത് കുറച്ച് റെസീറ്റ് ബുക്കുകൾ. അതിൽ ക്യാഷായിട്ട് കിട്ടിയതുണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, ഓഫറുകളുണ്ട്. അങ്ങനെ ആകെ കൺഫ്യൂഷൻ. ദൈവമേ, ഇത് വലിയ ശരിയായിപ്പോയല്ലോ. ആ മാനേജർ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞു. അദ്ദേഹം പറയുക ബൈജുമാഷിനൊന്ന് ശ്രദ്ധിച്ചുകൂടായിരുന്നു. മാനേജറായിപ്പോയില്ലേ, ഞാനെന്ത് പറയാനാ. ഏട്ടനെല്ലാം വിട്ടുകൊടുക്കുന്നുണ്ട് ഇവരെല്ലാം ഇങ്ങനെ കാണിക്കുന്നത്. എനിക്കും ഇത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അയാളുടെ കൂടെ ഏറ്റെടുത്ത എല്ലാ കാര്യത്തിനും ഇതുപോലെ തന്നെ പണി കിട്ടിയിട്ടുണ്ട്. ക്ഷമിച്ചും സഹിച്ചും ഞാൻ മടുത്തു. എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ, അയാളൊരു അധ്യാപനല്ലേ. അവർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാലും നടന്നാൽ മതി. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? കുറെ പേരുടെയൊക്കെ ഫോൺ നമ്പർ കിട്ടിയിട്ടുണ്ട്, അവരെയൊക്കെ വിളിച്ചു ചോദിക്കണം. അല്ലാത്തവരുടെ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ അവിടെ പോയി കണ്ടു ചോദിക്കണം. എന്തായാലും ഒരാഴ്ചത്തേക്കുള്ള പണിയായി. അപ്പേ അമ്മേ നമുക്ക് കളിക്കാം. അപ്പേ നമുക്ക് ബോൾ കളിക്കാം. ജാസേ നീയും കൂടെ ചെല്ലേ. ഇന്ന് നിങ്ങൾ 3 പേരും കൂടി കളിക്കുക കേട്ടോ. അപ്പയ്ക്ക് കുറച്ച് അർജന്റ് പണിയുണ്ട്. ഏട്ടാ എന്നാ ഞാൻ പോയി ഒരു 10 മിനിറ്റ് ഇവരോട് കളിച്ചിട്ട് വരാം, എന്നിട്ട് വന്നിട്ട് ഹെൽപ്പ് ചെയ്യാം. ഡോണ്ട് വറി. ഉത്തരവാദിത്തമുള്ളവർ ആയിരിക്കുക എന്നത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും കെട്ടുറപ്പിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഉത്തരവാദിത്തമില്ലായ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തെയും സമൂഹത്തെയും വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ദൗർബല്യമാണ്. ഇത് വ്യക്തിയുടെ വിശ്വസ്തത നഷ്ടപ്പെടുത്തുകയും സൗഹൃദങ്ങളും ബന്ധങ്ങളും തകർക്കുകയും ചെയ്യുന്നു.
സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർ വെറുമൊരു ഭാരം മാത്രമായിരിക്കും. സമാധാനവും പുരോഗതിയും ലക്ഷ്യമാക്കുന്ന സമൂഹത്തിന്റെയോ പ്രസ്ഥാനത്തിന്റെയോ വിജയത്തിന് ഓരോരുത്തരും ഉത്തരവാദിത്ത ബോധം കൈവരിക്കണം. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും ഉത്തരവാദിത്തപരമായി പ്രവർത്തിക്കുന്നത് നാളെയുടെ മികച്ച കാലത്തെ സൃഷ്ടിക്കുന്നതിന് സഹായിക്കും. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നവർ മാത്രമാണ് യഥാർത്ഥത്തിൽ മാറ്റം സൃഷ്ടിക്കുന്നവർ എന്നുള്ള ചിന്ത ജീവിതത്തിന്റെ ഭാഗമാക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ഫെയ്ത്തുവിന്റെ വീട്. അപ്പനും അമ്മയും മക്കളും ചേർന്നൊരു സ്വർഗം പണിതിടുമ്പോൾ കൂടെ കൂടുന്നു സ്കൂളും പള്ളിയും നാടും നാട്ടുകാരും. കുസൃതികളുണരും കളിചിരിയായി വളർന്നിടുവിൻ ഉള്ളിൽ സ്നേഹമുള്ളവരായി എന്നും ദൈവ പൈതങ്ങളായി.